കൊല്ലത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ നില ഗുരുതരം. കുട്ടിയെ നായ കടിച്ച സ്ഥലത്ത് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നു. കുട്ടിയുമായി സമ്പർക്കത്തിൽ വന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ്. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, ഈ കൊല്ലത്തും ഈ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച കുട്ടിയുടെ നില ഗുരുതരമാണ്. നാട്ടുകാർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം എന്താണ്? തീർച്ചയായും ഇവിടെ ഈ പ്രദേശത്ത് തെരുവുനായുടെ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ എത്തുമ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റും ചില ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയപ്പോൾ അവർക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് കുന്നിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ എത്തിയുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ പരിശോധന നടത്തുകയാണ്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഡോക്ടർ, പരിശോധന എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഡോക്ടറുണ്ട്, ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ, എങ്ങനെയാണ് പരിശോധന, ഏത് രീതിയിലാണ് ഇവിടെ വന്നിട്ട് പരിശോധന നടത്തിയിട്ട് എന്താണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്? ഇവിടെ മാലിന്യം ഇവിടെ കൊണ്ട് ഇടുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ധാരാളം പട്ടികളെ നമ്മൾ ഇവിടെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ തെരുവ് നായ്ക്കൾ വളരെയധികം ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് നേരെ തന്നെ 1-2 പട്ടികൾ വരികയും പിന്നെ ഈ പ്രദേശം കണ്ടാലറിയാം, നമുക്ക് ഈ പട്ടികളെ പിടിക്കുന്നതിന് തന്നെ ഡിഫിക്കൽട്ടാണ്. പട്ടികൾ അകത്തോട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത, അത് നമുക്ക് പിടിക്കുന്നതിന് തന്നെ വളരെ പ്രയാസമാണ്. ഇവിടെ മാലിന്യം കൊണ്ട് തള്ളുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനും അതിപ്പോൾ പറമ്പെല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാക്കി പരിശോധനകൾക്ക് ശേഷം അറിയിക്കുന്നത്. ഇവിടെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്, നമുക്കും മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ വരുമ്പോൾ പലയിടങ്ങളിലും മാലിന്യം കൂടിക്കിടക്കുന്നു. ഈ മാലിന്യം പലയിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം, ഈ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്, ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും അപ്പോൾ പലയിടങ്ങളിൽ നിന്നുള്ള തെരുവു നായകൾ ഇവിടെ സംഗമിക്കുകയും അങ്ങനെ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ പെറ്റുപെരുകിയ നായ്ക്കളിൽ ഒന്നാണ് ഈ കുട്ടിയെ കടിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് കുട്ടിയുടെ വീട്. ആ വീടിൻ്റെ സമീപത്ത് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു മാലിന്യങ്ങൾ കൊണ്ടിട്ടേക്കുന്ന ഒരു സാഹചര്യം, കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് തൊട്ട് സമീപത്താണ്ട് ഈ കാണുന്നതാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ബന്ധുവിൻ്റെ വീട്. ഇവിടെ വെച്ചാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെയും ഇവിടെ നിരവധി നായ്ക്കൾ ഇവിടെ കൂട്ടം കൂടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഈ പരിസരത്ത് ഇവിടെ വെച്ചാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത് എന്നാണ് ഈ ബന്ധുക്കളും ആളുകളെല്ലാം തന്നെ നമ്മളോട് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഒരു താറാവിനെ ഈ നായ ആക്രമിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കുട്ടി അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. മറ്റൊന്ന്, നമ്മളോട് ഈ കുട്ടിയുടെ ഒരു ബന്ധുവുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ എത്തിയപ്പോൾ മുറിവിൽ എടുക്കുന്ന വാക്സിൻ കൃത്യമായി മുറിവിനുള്ളിലേക്ക് എത്തിയോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ആ ഇഞ്ചക്ഷൻ മരുന്ന് അതിന് ചുറ്റും, മുറിവിന് ചുറ്റുമായി ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം, മുറിവിനുള്ളിലേക്ക് വളരെ കുറച്ച് മരുന്ന് മാത്രമാകും എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പരിശോധന ആരോഗ്യ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ.